ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ രണ്ടാമത്തെ സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കും. കൊല്ലം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MP NK പ്രേമചന്ദ്രനെ RSP പ്രഖ്യാപിക്കും. കൊല്ലത്തേക്ക് M മുകേഷിന്റെ പേരാണ് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചത്. മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ UDFിലെ സീറ്റ് വിഭജനം വഴിമുട്ടിയതോടെ സ്വന്തം നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും RSPയും. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, കൊല്ലത്തെ ചിത്രം തെളിയുകയാണോ? വേണം, ഉറപ്പായിട്ടും. കാരണം ഇതിനോടകം തന്നെ കൊല്ലത്ത് CPMന്റെ സ്ഥാനാർത്ഥി ആരാകുന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. M മുകേഷ് MLAയുടെ പേരാണ് ഇപ്പോൾ സജീവമായി തന്നെ പരിഗണിക്കുന്നത്. ജില്ലാ കമ്മിറ്റിയിലടക്കം മറ്റൊരു പേര് ഉയർന്നു വന്നതുമില്ല. ഇന്ന് 12:30 ഷിബു ബേബി ജോണിന്റെ വാർത്താ സമ്മേളനമുണ്ട്. സ്വാഭാവികമായും UDF സ്ഥാനാർത്ഥി ആര് എന്നുള്ള കാര്യത്തിൽ ഇന്ന് തീരുമാനമാകും. അത് കൊല്ലം സീറ്റിൽ NK പ്രേമചന്ദ്രൻ UDF സ്ഥാനാർത്ഥിയാകും എന്നുള്ള കാര്യം ഔദ്യോഗികമായി ഇന്ന് പ്രഖ്യാപനമുണ്ടാകും. അതേസമയം UDFനെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തലവേദനയും പ്രതിസന്ധിയും അത് ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യമാണ്. കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള സീറ്റ് വിഭജന ചർച്ചകൾ എങ്ങും എത്താത്ത സാഹചര്യത്തിൽ മറ്റ് ഘടകകക്ഷികൾ രാഷ്ട്രീയ പ്രചരണത്തിലേക്ക് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ഇറങ്ങുകയാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും RSPയും സ്വന്തം നിലയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. UDF ഏകോപന സമിതി യോഗം ഉൾപ്പെടെ വൈകുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനം. ഇന്നലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോട്ടയം സീറ്റിൽ ഫ്രാൻസിസ് ജോർജിനെ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു. CPMനെ സംബന്ധിച്ച് ഇന്ന് LDFനെ സംബന്ധിച്ച് CPM അവരുടെ ജില്ലാ കമ്മിറ്റികൾ ഇന്നും തുടരും. അതിനുശേഷം അന്തിമ പട്ടികയിലേക്ക് എത്തുമെന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ഒറ്റപ്പേരിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. എറണാകുളത്തും ചാലക്കുടിയിലും മാത്രമാണ് കുറച്ചെങ്കിലും ചർച്ചകളോട് ആവശ്യമുള്ളത്. എറണാകുളത്ത് ഒരു പൊതു സ്വതന്ത്രൻ എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. പക്ഷേ ജില്ലാ കമ്മിറ്റി അതിനോട് ചെറിയ ചില എതിർപ്പുകൾ അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അക്കാര്യത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം കൂടി തേടിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ചാലക്കുടിയിൽ പ്രൊഫസർ C രവീന്ദ്രനാഥിനെയായിരുന്നു സംസ്ഥാന നേതൃത്വം പരിഗണിച്ചത്. എന്നാൽ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന അറിയിച്ചുകൂടിയാണ് അവിടെയും ചെറിയ രീതിയിലുള്ള ആശങ്കയുണ്ടായത്. മലപ്പുറത്തും പൊന്നാനിയിലും സ്വാഭാവികമായും വലിയ ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. മലപ്പുറത്ത് VP സാനുവിന്റെ പേര് ഉയരുന്നുണ്ട്. പക്ഷേ അതിലേക്ക് പൂർണ്ണമായും എത്തിച്ചേർന്നിട്ടില്ല. ആലത്തൂരിലടക്കം അപ്രതീക്ഷിത നീക്കങ്ങളാണ് CPM ലക്ഷ്യം വെക്കുന്നത്. ആലത്തൂരിൽ മന്ത്രി K രാധാകൃഷ്ണനെ തന്നെ പരിഗണിക്കാം എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. അതേസമയം ആറ്റിങ്ങലിൽ V ജോയി, കൊല്ലത്ത് M മുകേഷ്, പത്തനംതിട്ടയിൽ TM തോമസ് ഐസക്, ആലപ്പുഴയിൽ AM ആരിഫ് തുടങ്ങിയ പേരുകൾ ഇതിനോടകം തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. കണ്ണൂരിലും വടകരയിലും കഴിഞ്ഞ ദിവസം വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. KK ശൈലജയും അതേപോലെ തന്നെ MV ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകളായിരിക്കും എത്തുക. ഇതാണ് CPMന്റെ ഒരു പൊതുചിത്രം. CPIയെ സംബന്ധിച്ച് നിലവിൽ തിരുവനന്തപുരം അടക്കമുള്ള സ്റ്റാർ ക്ലാസ് മണ്ഡലങ്ങൾ അവരുടെ മുൻപിലുണ്ട്. സ്വാഭാവികമായും അവരുടെ സംസ്ഥാന സമിതി യോഗം അടക്കമുള്ള കാര്യങ്ങൾ അക്കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം. വേണോ? ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്.